ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും പ്രിയങ്കരനായ KPCCയുടെ മുൻ പ്രസിഡന്റും MP-യുമായ പ്രിയപ്പെട്ട ശ്രീ K. മുരളീധരൻ അവറുകൾ, ശ്രീ കൃഷ്ണകുമാർ, ശ്രീ വർക്കല കഹാർ, ശ്രീ BRM ഷഫീർ, ബഹുമാനായ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KP ശ്രീകുമാർ, ശ്രീ ആനാട് ജയൻ, RSPയുടെ നേതാവ് ഇറമൂർ പ്രസിഡന്റ് കുമാർ, മറ്റ് വേദിയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ശ്രീ MM റോയ്, ശ്രീ അനീഷ്, DCCയുടെ ഭാരവാഹികൾ, കേരള കോൺഗ്രസിന്റെ നേതാവ് മൗലവി, ഏറ്റവും പ്രിയങ്കരരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ വിചാരണ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചതിന്റെ കാരണങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പ്രിയപ്പെട്ട ശ്രീ വിൻസെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ K. മുരളീധരൻ എന്ത് പറയുന്നു എന്ന് കേൾക്കുന്നതിന് വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നിങ്ങളെ എല്ലാവരെയും ഇവിടെ സംഘടിപ്പിച്ച് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അവരുടെ അധ്വാനവും അവരുടെ പ്രവർത്തനവുമാണ് ഈ സദസ്സിലേക്ക് നിങ്ങളെപ്പോലുള്ള ആളുകളെ എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾ ആരും തന്നെ ആരുടെയും പ്രേരണയോടുകൂടി ഇവിടെ വന്നവരല്ല. കാരണം ശ്രീ പിണറായി വിജയൻ നടത്തിയ സദസ്സ് അദ്ദേഹം ആളിനെ കൊണ്ടുവരുവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്കേവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം വരുന്ന മേഖലകളിൽ എന്റെ പ്രിയപ്പെട്ടവരായ മഹിളാ കോൺഗ്രസിന്റെ ആണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ആണെങ്കിലും KSUവിന്റെ ആണെങ്കിലും ഒക്കെ പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി അവർ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളവരാണ്. നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. പണ്ട് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ജനസമ്പർക്ക പരിപാടി നടക്കുകയുണ്ടായി. ആ ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പരിപാടിയിൽ അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളെ നേരിട്ട് കാണുവാൻ വേണ്ടി നിങ്ങളെ പോലെയുള്ള ആളുകളുടെ ഇടയിലേക്ക് കടന്നു വരികയും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതിന് എന്താണ് പ്രതിവിധി എന്ന് അദ്ദേഹം വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പല തീരുമാനങ്ങളും എടുക്കുകയുണ്ടായി. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ഏതാണ്ട് 50 മീറ്റർ 100 മീറ്റർ അകലെ നിർത്തിക്കൊണ്ട് പിണറായി വിജയന്റെ സദസ്സ് നടത്തി അദ്ദേഹം പിരിഞ്ഞുപോയ കാര്യം നമുക്കറിയാം. തമ്പുരാന്റെ യാത്ര കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. തമ്പുരാന്റെ യാത്ര നടക്കുന്ന ഇടങ്ങളിൽ കറുത്ത വേഷം ധരിക്കാൻ പറ്റില്ല. കറുത്ത വേഷം ധരിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും നിന്നാൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസ്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാളുകളിലും നിങ്ങൾ ഈ ഉദ്യോഗത്തിൽ ഇരിക്കേണ്ടവരാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്.
ഇവിടെ വർക്കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ, ഈ അടുത്ത സമയത്താണ് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ ചില ആളുകൾ ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ട് എല്ലാ റെയിൽവേ സ്റ്റേഷന്റെയും മുമ്പിലേക്ക് പോയി. ആ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലേക്ക് പോയത് എന്തിനാ? അവിടെ വരുന്ന ആളുകളെ കൊണ്ട് ഒപ്പിടിക്കുവാൻ, അവിടെ വരുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുവാൻ വേണ്ടി. ഏതാനും ചില ആളുകളെ ഓരോ റെയിൽവേ സ്റ്റേഷനിൽ ഇരുത്തിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? വർക്കല റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 133 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുവാനുള്ള തീരുമാനങ്ങൾ എടുത്തു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ബെഞ്ചും ഡെസ്കും ഇട്ട് ആളിനെ കൊണ്ടിരുത്തിക്കുക. ആള് ആര് പോയിരുന്നു എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങൾ നടക്കണം. നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങൾ നടക്കണമെന്ന് പറയുമ്പോൾ ആരുടെ ഔദാര്യത്തോടു കൂടിയല്ല, നമ്മുടെ അവകാശമാണ് ചോദിച്ചു വാങ്ങേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചോദിച്ചു വാങ്ങുവാൻ വേണ്ടി MP എന്നുള്ള നിലയിൽ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ നാവായിക്കുളം, നമ്മുടെ ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നാവായിക്കുളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2012 അവിടെ ESIയുടെ ആശുപത്രി സമുച്ചയം ഉണ്ടാക്കുവാൻ വേണ്ടി കല്ലടിയിൽ നടത്തി. ആ കല്ലടിയിൽ നടത്തിയതിനു ശേഷം ഒരു നയാ പൈസ ലഭ്യമായില്ല. ഒരു നയാ പൈസ ലഭ്യമായില്ല എന്ന് പറയുമ്പോൾ 2019 MP ആയതിനു ശേഷം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നെ വിളിച്ചുകൊണ്ട് അവിടേക്ക് പോയി. അവിടെ പോയത് എന്നെ കാണിക്കുവാൻ വേണ്ടി ഈ സ്ഥലം ESI കോർപ്പറേഷന് വേണ്ടി കൊടുത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞ് കാട് പിടിച്ചു കിടക്കുന്ന കുറെ സ്ഥലം എന്നെ കാണിച്ചു. ഏതാണ്ട് 2-2.5 ഏക്കറോളം സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ESI കോർപ്പറേഷന്റെ ആശുപത്രി സമുച്ചയം വരണം. ആ ആശുപത്രി സമുച്ചയം വരാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ നോട്ടീസ് കൊടുത്ത് പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുവാനും ബഹുമാന്യനായ ESI കോർപ്പറേഷന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായി ചർച്ച നടത്തിക്കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി അതിനുള്ള തീരുമാനമെടുത്തു. തീരുമാനമെടുക്കുന്ന അവസരത്തിൽ നിങ്ങൾക്കറിയാൻ 2019-2020 കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകമെമ്പാടും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ആഞ്ഞടിച്ച ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത റിപ്പോർട്ട് ഇത് കൊള്ളരുതാത്ത സ്ഥലമാണ്, ഈ സ്ഥലത്ത് കല്ലും മണ്ണുമുണ്ട്, അതുകൊണ്ട് ഇവിടെ കെട്ടിടം പണിയാൻ പറ്റുകയില്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ബഹുമാനായ മന്ത്രി എനിക്ക് മറുപടി തന്നു. ആ മറുപടി തന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ തന്ന മറുപടി തെറ്റാണ് എന്ന് ഞാൻ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറയാൻ ഇടയായി. മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാർ അവിടെ വോളിബോൾ കളിക്കുന്നു. ആ വോളിബോൾ കളിക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ അവിടെ നിന്ന് വീഡിയോയിൽ പകർത്തിയിട്ട് എനിക്ക് ഇട്ടു തന്നു. അതിട്ട് തന്നതിന്റെ പിറ്റേ ദിവസം വീണ്ടും പാർലമെന്റ് സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ബഹുമാനായ മന്ത്രിയുടെ മുമ്പിലേക്ക് ഞാൻ പോയി. ഞാനിത് കാണിച്ചു കൊടുത്തു. ഈ സ്ഥലമാണ് കൊള്ളരുതാത്ത സ്ഥലമെന്ന് ഇവിടെ നിങ്ങൾക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തുറന്നു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് ബാക്കിയുള്ള നടപടികളിലേക്ക് പോകാമെന്ന് അദ്ദേഹം ഏറ്റതനുസരിച്ച് 5,20,00,000 രൂപയോളം ചെലവഴിച്ചുകൊണ്ട് നാവായിക്കുളത്തെ ESI കോർപ്പറേഷന്റെ കെട്ടിട സമുച്ചയം
പണി ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരവസരത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് ഏറ്റെടുക്കാൻ വേണ്ടി ചില ആളുകൾ ഇപ്പൊ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ വേണ്ടി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും വന്നിരിക്കുന്നത്. ഇനിയിപ്പോ റെയിൽവേ സ്റ്റേഷൻ ആരുടെ സ്വത്താക്കി മാറ്റിയെടുക്കാൻ വേണ്ടി ആണ് പോകുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട്. ഇവിടെ കേന്ദ്ര സർക്കാർ ഭരണം നടത്തുന്നു, ഞങ്ങൾക്കാർക്കും തർക്കമില്ല. കേന്ദ്ര ഗവൺമെന്റ് ഭരണം നടത്തുമ്പോൾ റെയിൽവേയുടെ ചുമതല വഹിക്കുന്നത് ഇന്നിപ്പോ BJPയുടെ മന്ത്രിയാണ്. ഞങ്ങളാരും അറിയാൻ വയ്യാത്തവരല്ല. ശ്രീ കെ മുരളീധരനാണെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളൊക്കെ അംഗീകരിച്ചു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് എന്നാൽ എന്റെ പടം കൂടി ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയും പടം വെക്കുവാൻ വേണ്ടി നടക്കുന്ന, ഞാൻ വേറെ വാക്ക് പറയുന്നില്ല, ആ വാക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്നുകൂടി കാണിക്കണം. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഇപ്പുറത്ത് പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടം പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു, അതുകൂടി ഒന്ന് കാണിക്കണം. അതിന്റെ മുമ്പിലും അദ്ദേഹത്തിന് ഒരു ചിത്രം വെക്കണം. ഇവിടെ ഇരിക്കുന്ന ആളുടെ അല്ല, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഈ നിയോജകമണ്ഡലത്തിന്റെ നിരവധി മേഖലകളിൽ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കിട്ടുവാനുള്ളത് ഓരോന്നായി ചോദിച്ചു വാങ്ങിക്കൊണ്ട് അത് നമ്മുടെ അവകാശമാണ്, ഔദാര്യമല്ല എന്ന തരത്തിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ഈ അവസരത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ബഹുമാനായ ശ്രീ കെ മുരളീധരനെ 1-2 മണിക്കൂറൂടെ പ്രസംഗിക്കുമെന്ന് എനിക്കറിയാം. അദ്ദേഹം തുടങ്ങിക്കഴിയുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പോവും, വേറെ ഒന്നും കൊണ്ടല്ല. അദ്ദേഹം പ്രസംഗിക്കുന്നതിന്റെ വിരോധം കൊണ്ട് പോവുകയാണ് എന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. ആറ്റിങ്ങിൽ നടക്കുന്ന പരിപാടിയിൽ കൂടി ഒന്ന് പോയി ഒരു 2 വർത്തമാനം പറയണമെന്നുള്ളത് കൊണ്ടാണ് അവിടേക്ക് പോകുന്നത് എന്ന് ആദ്യം നിങ്ങളെ അറിയിക്കുക. എന്തായാലും ഈ വിചാരണ സദസ്സ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ 140 നിയോജകമണ്ഡലങ്ങളും നടത്തുന്നതിന്റെ ഭാഗമെന്നുള്ള നിലയിൽ നമ്മൾ ഇന്ന് വർക്കല നിയോജകമണ്ഡലത്തിൽ നടക്കുന്ന ഈ വിചാരണ സദസ്സ് ജനങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് നമ്മളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുമ്പോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘമായി എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ, KSUവിന്റെ പ്രവർത്തകന്മാർ, കോൺഗ്രസിന്റെ സന്നദ്ധ പ്രവർത്തകർ, INTUC തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും ഇവിടെയുണ്ട്. അപ്പോ തീർച്ചയായും നമ്മൾ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം ഇവിടെ തുടർന്ന് മുമ്പോട്ട് പോകുവാൻ അതിന് അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി